എല്ലാ സാധാരണക്കാരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാർ ചോദിക്കാറുണ്ട്, സലഫികൾക്ക് എന്താണ് കുഴപ്പം? അവർ താടി വെച്ച് നെരിയാന്റെ മുകളിൽ പാൻറ് ഇട്ട് നിസ്കരിക്കുന്നു, നോമ്പടിക്കുന്നു, പിന്നെന്താണ് അവർക്ക് കുഴപ്പം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം സലഫികൾക്കെന്താ കുഴപ്പം എന്നുള്ളതല്ല. അതാണ് നമ്മുടെ തമ്പനയിലെങ്കിലും അതല്ല എന്നിവിടെ പറയാൻ പോകുന്നത്. ഈ ഉസ്താദ് ആദ്യം ചോദിക്കുന്നത് സലഫികൾക്ക് എന്താണ് കുഴപ്പം? അവർ താടി വയ്ക്കുന്നു, നെരിയാണിക്ക് മുകളിൽ പാൻറ് ഇടുന്നു, അല്ലെങ്കിൽ തുണി എടുക്കുന്നു, അതുപോലെ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, പിന്നെന്താ സലഫികൾക്ക് കുഴപ്പം? സാധാരണക്കാർ ചോദിക്കാറുണ്ട് എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ, സാധാരണ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, അമാനുഷികരായ ചില ആളുകളോടാണ് ചോദിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. സാധാരണക്കാരായ ആളുകൾ ഇവരുടെ ഈ പണ്ഡിത വേഷധാരികളായ ആളുകളോട് ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഇനി പ്രിയമുള്ളവരെ, ഇത് കുറച്ച് നീട്ടി പറയേണ്ട വിഷയമാണ്. മുജാഹിദുകളുടെ അള്ളാഹ്ക്ക് അല്ലെങ്കിൽ സലഫികളുടെ അള്ളാഹ്ക്ക് കയ്യുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അവർ ഇരിക്കുന്ന അള്ളയാണ്, നോക്കുന്ന അള്ളയാണ്, കേൾക്കുന്ന അള്ളയാണ്, അതുപോലെ തന്നെ തടിയുള്ള അള്ളയാണ് എന്നൊക്കെ പറയുന്നു എന്ന ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇദ്ദേഹം ഇവിടെ 5 മിനിറ്റിലേറെയായിട്ട് സംസാരിക്കുന്ന വിഷയം. അതിൽ തുടക്കത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് സലഫികൾക്ക് എന്താ കുഴപ്പം, ഇങ്ങനെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ സാധാരണക്കാർ ചോദിക്കുന്നത് ഇവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. അല്ല, അവർക്ക് എന്താ കുഴപ്പം? അവർ മുസ്ലിങ്ങൾ തന്നെയല്ലേ, എന്തിനങ്ങൾ അവരെങ്ങനെ എതിർക്കുന്നത്? ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തിനങ്ങൾ ഇങ്ങനെ എതിർക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാണ് എന്ന് നോക്കാം. ഇതിൽ ഒരു കാര്യം കൂടി പറയാണ്ട്, അത് അടുത്ത ആ ഒരു ഭാഗം കൂടി കേട്ടാലുള്ളൂ നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുക. മറ്റ് ചില ആളുകൾ മനസ്സിലാക്കിയത് സുന്നികളും സലഫികളും ഏതാനും ചില ചില്ലറ വിഷയങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അല്ല, ഏതാനും ചില്ലറ വിഷയങ്ങളിലല്ല, ഏറ്റവും വലിയൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമ്മളിവിടെ സാധാരണ പറയാറുമുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു 80-ന് മുൻപ് ജനിച്ച ആളുകൾക്കൊക്കെ, ഞാൻ 82-ൽ ജനിച്ച ആളാണ്, ആ സമയത്ത് ജനിച്ച ആളുകൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ ഇത്രയൊന്നും ആളുകൾ പള്ളികളിലേക്ക് പോകാറില്ല, ഇത്രയൊന്നും ആളുകൾ നമസ്കരിക്കാറില്ല, ഇത്രയൊന്നും ആളുകൾ നോമ്പനുഷ്ഠിക്കാറില്ല, ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ ഇങ്ങനെ ഇത്രയും ആളുകൾ പോകാറില്ല. എന്തുകൊണ്ടാണ് ഇത് അധികരിച്ചത്? സാധാരണഗതിയിൽ സലഫികൾ വന്നിട്ട് അവർ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്, അത് ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഇതിൽ അവർ നിസ്കരിക്കാൻ പോയാൽ തുടങ്ങി അവിടെ നിന്ന് കണ്ടാണ് എന്നുള്ളതൊന്നും പറയാൻ മടിക്കരുത്. അതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ നാട്ടിലൊക്കെ പട്ടാപ്പകൽ റമദാൻ മാസത്തിൽ ഏത് CM മടവൂർ ചായ കുടിച്ചു എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ അവിടുത്തെ കുറേ CM ഉം PM ഉം K യും P യും ഒക്കെ ചായ കുടിക്കാറുണ്ടായിരുന്നു, ബീഡിയും വലിക്കാറുണ്ടായിരുന്നു. ബീഡിയും വലിച്ച് ചായയും കുടിച്ച് നിൽക്കുന്ന ആ ഒരു നൃത്തമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വിഷയം, ഈ സലഫികളും സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാരാണ് കേട്ടോ, തെറ്റിയിരിക്കൊന്നും വേണ്ട, സമസ്തക്കാർ അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ല, ഏറ്റവും വലിയൊരു വ്യത്യാസമുണ്ട്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള ആ കാര്യത്തിൽ തന്നെ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വലിയ വ്യത്യാസമുണ്ട് ഉസ്താദെ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വരട്ടെ, ഭയങ്കരമായ ഒരു കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ ഉസ്താദ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാണാം. ഉസ്താദ് പറയട്ടെ. കൈ നെഞ്ചത്ത് കെട്ടണോ, താഴെ കെട്ടണോ, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ കൂട്ടുപ്രാർത്ഥന നടത്തണോ വേണ്ടേ, ഇങ്ങനെ ഏതാനും ചില്ലറ വിഷയങ്ങൾ മാത്രമാണ് സാധാരണക്കാരൊക്കെ ചിലർ ധരിച്ചത്. അപ്പോൾ സാധാരണക്കാർ ധരിച്ചതാണ് അദ്ദേഹം പറയുന്നത്. കൈ നെഞ്ചത്ത് കെട്ടണോ അതോ പുക്കിളുമ കെട്ടണോ, പുക്കളുടെ താഴേക്ക് കെട്ടണോ, എവിടെ കെട്ടിയാലും നിസ്കാരം സ്വഹിയാവും എന്നുള്ള കാര്യത്തിൽ കൈ എവിടെ കെട്ടണം എന്നുള്ള തർക്കമൊക്കെ അതെന്നോ എടുത്തു പോയിട്ടുണ്ട്. കൈ കെട്ടാത്ത ആളുകൾ പോലും, ആ ഒരു വിഭാഗം ആളുകൾ പോലും നമുക്ക് ഹറമിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈ കെട്ടാതെ നിസ്കരിക്കുന്നവരെയും കാണാം. അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കും. കൈ നെഞ്ചത്ത് കെട്ടിയവൻ്റെ സ്വീകരിക്കും, പള്ളമ കെട്ടിയവൻ്റെ സ്വീകരിക്കും. ഇതിൻ്റെ ഇടയിൽ വസത്തായിട്ട് ഒരു തഹത്ത സദർ എന്ന് പറയുന്ന നെഞ്ചിന് താഴെയായിട്ട് കെട്ടുന്നവരുടെയും, നെഞ്ചത്തന്നെ കെട്ടണം നിർബന്ധമൊന്നുമില്ല, നെഞ്ചിന് താഴെയും കെട്ടാം. ഇനി പുക്കിളിനും താഴെ കെട്ടുന്ന ഹനഫിയാക്കളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമ്മൾ തമ്മിലുള്ള വിഷയം ഉസ്താദേ. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. പിന്നെ
ഈ കൂട്ടുപ്രാർത്ഥന എന്നത് റസൂലുള്ള പഠിപ്പിക്കാത്തൊരു കൂട്ടുപ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ബിദഅത്താണെന്ന് പറയും. എന്നിട്ട് സലഫികൾ എന്ത് ചെയ്യും? അത് പ്രാർത്ഥിക്കൂല. അതൊന്നും അല്ല ഇവിടുത്തെ വലിയ പ്രശ്നം. നിങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അബദ്ധം കിടക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്. അതാണ്. അത് ഉസ്താദും സമ്മതിച്ചു. ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിലാണ്, മക്ക മുശ്രിക്കുകളെക്കാൾ പിഴച്ച വിശ്വാസത്തിലാണ് നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ പോകുന്നത്. സലഫികളായിട്ടുള്ള ആളുകൾ പോകുന്നത് കിതാബുല്ലയും വസുന്നത്ത് റസൂലുള്ളയും മക്കാലല്ലാ വമക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് അടിസ്ഥാനമാക്കിയാണ് സലഫികളും പോകുന്നത്. അപ്പൊ അത് ഉസ്താദിന് ഏതായാലും തിരിഞ്ഞിട്ടുണ്ട്. പറയൂ ഉസ്താദ്. ഒരാള് യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമല്ലോ. ഒരാള് യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും വേണം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുകയും വേണം. അതിലൊന്നൊരു സംശയമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പിന്നെ തെക്കോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ആ ഒരു കാര്യത്തെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുമ്പോൾ വരുന്നുണ്ട് ഉസ്താദെ. നിങ്ങൾ പറയും. ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒന്നാണല്ലോ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നത്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമ്പോ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല കൗമേ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളാണ് പിഴച്ച വിശ്വാസമായിട്ട് നടക്കുന്നത്. നിങ്ങൾ കയ്യുള്ള അല്ല, കാലുള്ള അല്ല, മൂക്കുള്ള അല്ല, ചെവിയുള്ള അല്ല അതല്ലേ പറയാൻ പോകുന്നത്? അത് നിങ്ങളുടെ ആളുകളുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഉസ്താദ് പറയും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിഗ്രഹം പോലെയുള്ള ഒരു സാധനത്തെ അല്ലെങ്കിൽ കയ്യും കാലുള്ള ഒരു തടിയുള്ള ഒരു വസ്തുവിനെ സങ്കല്പിക്കുകയും അത് അല്ലാഹു ആണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറയുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നു. അയാൾ നിസ്കരിക്കുന്നു. പക്ഷെ അയാൾ വിശ്വസിക്കുന്നെന്താ? അല്ലാഹ് എന്ന് പറഞ്ഞ ആ സാധനമാണ്. ആരാണ് അങ്ങനെ വിശ്വസിച്ചിട്ടുള്ളത്? ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്തൂപം, ഒരു വിഗ്രഹം, ഒരു കയ്യും കാലുള്ള അല്ല, പൊന്നാരൻ്റെ മൊയ്ലേരെ മക്ക മുശ്രിക്കുകൾ പോലും പറയാത്ത വാദമാണ് നിങ്ങളിപ്പോൾ സലഫികൾക്കെതിരെ അഹ്ലുസുന്നയുടെ ആദർശത്തോടെ ജീവിക്കുന്ന മൻഹജു സലഫ് അത് അടിസ്ഥാനമാക്കി പോകുന്ന ആളുകൾക്കെതിരെ പറയുന്നത്. ആർക്കാണ് ആ പേച്ച വിശ്വാസം എന്നൊക്കെ ഇവിടെ നിങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയും. നിങ്ങൾ പറയും. ആ സാധനമാണ് അല്ലാഹ്. അപ്പൊ ഒരു സാധനം, ഒരു തടിയുള്ള ഒരു വസ്തുവിനെ ഇലാഹാണെന്ന് സങ്കല്പിച്ചിട്ട് ആ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചാൽ ഓ മുസ്ലിം ആവോ? അല്ല, നിങ്ങൾ പറയും ഒരു തടി, ഒരു കയ്യുള്ള തടി, ഒരു മൂക്കുള്ള തടി, ഒരു ചുണ്ടുള്ള തടി, ഒരു പല്ലുള്ള തടി, ഒരു ചെവിയുള്ള, കണ്ണുള്ള, അതുപോലെ തന്നെ അവയവങ്ങൾ എല്ലാമുള്ള ഒരു തടിയായിട്ട് ഉള്ള ഒരു വസ്തുവാണ് അള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു സലഫിയെ ഇങ്ങക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ് അന്ന് മുതൽ എൻ്റെ പണി. ധൈര്യമുണ്ടോ? ഒരു തടിയുള്ള അള്ളയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് ഏതെങ്കിലും സലഫിയത്തുള്ള ആള് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ മൂല്യരെ? വെറുതെ നുണ പറയാൻ സ്റ്റേജിൽ കയറിയിട്ട് തലയിൽ കെട്ടും കെട്ടിയിട്ട് ഇറങ്ങരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി പറയും. ഇല്ല. കാരണം അള്ളാഹുവിന് തടിയുണ്ട് എന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ മഹാന്മാര് പറഞ്ഞവൻ കാഫിറാണ്. മാത്രമല്ല മിൻ ഉബ്ബാദിസ് സ്വനം, അവൻ വിഗ്രഹാരാധകനാണെന്ന് ഇമാം സുബുക്കി തന്റെ തബഖാത്തിൽ രേഖപ്പെടുത്തുന്നു. അതിന് സുബുക്കിയൊന്നും വേണ്ട. ഏത് ഈ സുബുക്കി എന്ന് പറയുന്ന സാധനമാണ് ഇസ്തിഗാസ എന്ന് പറയുന്ന സാധനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതവിടെ കിടക്കട്ടെ. മുൻകഴിഞ്ഞ മഹത്തുക്കൾ ആരും തന്നെ പറയാത്ത, ഇന്നുള്ള സലഫി പണ്ഡിതന്മാർ, ദായിമാർ ആരും തന്നെ പറയാത്ത ഒരു വാദമാണ് ഇയാൾ പറയുന്നത് സലഫികളുടെ നേരെ. എന്താണ് സലഫി എന്നുള്ളത് ഒന്ന് പറയേണ്ടതുണ്ട്. സലഫു സ്വാലിഹീങ്ങളെ പിന്തുടരുന്നവർ എന്നാണ് സലഫി എന്ന വാക്കിനർത്ഥം. അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. സലഫു സ്വാലിഹീങ്ങളെ പിന്തുടരുക. ആരാണ് സലഫുകൾ? മുൻകഴിഞ്ഞ മഹാത്മാക്കള്, സ്വഹാബത്ത്, താബീയങ്ങൾ, തബഉ താബീയങ്ങൾ പോലെയുള്ള സലഫു സ്വാലിഹീങ്ങളെ പിന്തുടരുന്നവർ സലഫികൾ. അതിലെന്താ പത്ര പ്രശ്നമുള്ളത്? എന്നാൽ അതിൽ ആരാണ് അള്ളാഹ്ക്ക് തടിയുണ്ട് എന്ന് പറഞ്ഞത്? എന്തിനാ നിങ്ങൾ ഈ ആളുകളെ, പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത്? ഉസ്താദ് പറയട്ടെ, നമുക്ക് ഒന്നും കൂടിയും വിശദീകരിക്കാം. ഇമാം ഗസാലി ഇൽജാമുൽ അവാമിൽ പറയുന്നു. ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഹിയ ഉലൂമുദ്ദീൻ അത് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ പരിഭാഷ ഇന്നിവിടെ കാണിക്കും.
അതിലെന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും മുസ്ലിയാരെ നിങ്ങളെ മുഖത്തേക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. പറയും. അള്ളാഹുവിന് തടിയുണ്ട്, അവയവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനല്ല. ആണോ അല്ലേ എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ആരാണ് അങ്ങനെ പറഞ്ഞത് എന്നൊന്ന് പറയണല്ലോ. അത് പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുവിന് തടിയുണ്ട്, അള്ളാഹു നടക്കുന്നവനാണ്, അള്ളാഹു കിടക്കുന്നവനാണ്, അള്ളാഹു വിശപ്പുള്ളവനാണ്, ഭക്ഷണം കഴിക്കുന്നവനാണ്, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വാക്ക്, അള്ളാഹുവിനൊരു വിഗ്രഹമുണ്ട് എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കയ്യും കാലും വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഇനി പരിശുദ്ധ ഖുർആനിലും സ്വഹിയായ ഹദീസിലും വന്നത് അത് അതേപോലെ തന്നെ പറയും. അതെന്താണെന്നുള്ള നമുക്ക് വിശദീകരിക്കാം. പറയും, മൂല്യര് പറയും. അവൻ വിഗ്രഹാരാധകനാണ്. തീർച്ചയായിട്ടും അള്ളാഹ്ക്കൊരു രൂപം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആ രൂപത്തിന് ആരാധിച്ച ഓൻ വിഗ്രഹാരാധകനാണ്, ഓൻ മുശിരിക്കാണ്. അത് മാത്രമല്ല ഷിർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹുവിന് നൽകേണ്ട താഴ്മയോടെയുള്ള വണക്കം, അള്ളാഹുവോട് ചോദിക്കേണ്ടത്, അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത്, അത് ഏത് CM-നോട് പ്രാർത്ഥിച്ചാലും ഓനും ആ കാറ്റഗറിയിൽ വരുന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. പറയും. നിങ്ങൾ സാധാരണക്കാരായ വഹാബികളോട് ചോദിച്ചു നോക്ക്. വഹാബികളിൽ സാധാരണക്കാരും വലിയതൊന്നുമില്ല. പിന്നെ പണ്ഡിതന്മാരും ദായിമാരും ഉണ്ട്. ഈ പണ്ഡിതന്മാരും ദായിമാരും അതല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പൊ സാധാരണക്കാര് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് തള്ളിമറിക്കണ്ട. ഒലമാക്കളെയൊക്കെ തെരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുക വലിയ വലിയ സ്കോളർമാരുടെ അടുത്തേക്കാണ്. ബാക്കിയൊക്കെ ദായിമാരാണ് എന്നെങ്കിലും മുസ്ലിംരെ നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹ് കണ്ണുണ്ടോ? അള്ളാഹ് കണ്ണുണ്ട്. കാലുണ്ടോ? കാലുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട്, സുന്നികൾ അള്ളാഹ് കണ്ണുണ്ടോ? കണ്ണില്ല. തലയുണ്ടോ? മുഖമുണ്ടോ? കാലുണ്ടോ? വടലുണ്ടോ? അതില്ല. പിന്നെന്താ അള്ളാഹാണ് നിങ്ങളുടെ അള്ളാഹ്? അപ്പൊ വഹാബിന്റെ അള്ളാഹ്ക്ക് വലിയൊരു വലിയൊരു ചന്തി, വലിയ കണ്ണ്, കാത്, ഇങ്ങനെ അവയവങ്ങളുള്ള ഒരു വിഗ്രഹത്തിനെയാണ് വഹാബികൾ സങ്കല്പിക്കുന്നത്. ഇവിടെ ഈ മുസ്ലിയാരെ പച്ചക്കളവാണ് ഈ പറയുന്നത്. മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ അതിൽ സലഫി ആദർശത്തിലുള്ള ആളുകളെയൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഉള്ളവൻ ഇതെടുത്തത്. കയ്യ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ യദ് എന്ന്, അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ അത് അതേപോലെ മനസ്സിലാക്കണം. അത് എൻ്റെ ഈ കൈ പോലെ അല്ലെങ്കിൽ ഈ പ്രസംഗിക്കണ മൗലിയരുടെ കൈ പോലെയുള്ള കൈയാണ് എന്ന് ആരും പറയരുത്. അങ്ങനെയാണ് എന്നുള്ളത് ആരും കരുതരുത് എന്നുള്ളൂ. അള്ളാഹുവിൻ്റെ കൈ എന്ന് പരിശുദ്ധ ഖുർആനിലും സ്വഹിയായ ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനത്തെ കൈ ആയി നമുക്കറിയില്ല മൗലിയരെ. അങ്ങനെ ഖുർആനിലുണ്ടോ? ഉണ്ട്. അത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല. അതും കുഫറാണ്. അതെന്തേ നിങ്ങൾ പറയാത്ത? പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നുള്ളത് ഓല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച് ഞാൻ കാണിച്ചു തരാം. മൗലിയര് പറയട്ടെ. പിന്നെ ഹദീസിൽ വന്നത്, അത് ഹദീസിൽ വന്ന ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് നമ്മളെ കയ്യും കാലും പോലെയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ കയ്യും കാലും പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. എന്താണോ ഖുർആനിൽ പറഞ്ഞ് അത് അതുപോലെ മനസ്സിലാക്കുക, എന്താണോ ഹദീസിൽ പറഞ്ഞ് അത് അതുപോലെ മനസ്സിലാക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് കൈയുള്ള, കാലുള്ള, തടിയുള്ള, ചെവിയുള്ള, കണ്ണുള്ള, മൂക്കുള്ള പറഞ്ഞ് നടക്കേണ്ട മൂല്യരെ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പറയും. തൗഹീദ് എന്ത് ഒലക്കന്റെ തൗഹീദ് വഹാബികൾ, എന്ത് ഒലക്കന്റെ തൗഹീദ് വഹാബികൾക്ക്, എന്ത് ഒലക്കന്റെ തൗഹീദ് മൂല്യരെ എങ്ങക്കുള്ളത്? അല്ലല്ലാത്ത മയ്യത്തിനോട് വിളിച്ച് തേടുന്ന പ്രാർത്ഥിക്കുന്ന എന്ത് ഒലക്കമ്പല തൗഹീദ് എങ്ങക്കുള്ളത്? അജ്ജാതി വർത്തമാനങ്ങൾ നിങ്ങളും പറയാതിരിക്കുക. ഓക്കെ. അള്ളാഹുവിനെ പറ്റി തന്നെ ഇവർക്ക് അറിയില്ല. പിന്നെ തൗഹീദ് കണ്ടോ, എന്റെ കയ്യിൽ കുറെ ഉണ്ട്. വഹാബികൾ അള്ളാഹിനെ പറ്റി, അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ്ക്ക് പിന്നെ ശരീരമുണ്ട്, എല്ലാം എഴുതി വെച്ചത്. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് എവിടെയാണ് എഴുതി വെച്ചത്? അതൊന്ന് കാണിക്ക്. ഇത് ഉണ്ട് എന്നും പറഞ്ഞിട്ട് കുറെ ഫോട്ടോസ്റ്റാറ്റും കുറെ സിറോക്സ് കോപ്പി ആയിട്ട് നടന്നിട്ട് കാര്യമല്ല. അത് ആരാണ് പറഞ്ഞത്? എവിടെയാണ് എഴുതി വെച്ചത്? നിങ്ങൾ എഴുതി വെച്ച് ഞാൻ കാണിച്ചു തരാം. എന്താണ് കുറച്ചും കൂടി പറയട്ടെ മൂപ്പര്. എന്നിട്ട് നമുക്ക് ആ തെളിവ് ആരും ഇട്ടെറിഞ്ഞു പോലെ തെളിവ് കാണിക്കുന്നുണ്ട്. ഓല എഴുതി വെച്ച തെളിവ്. പിന്നെ പറയും ആകാശത്തിലാണ് ഇരിക്കുന്നത്. അള്ളാഹു ആകാശത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഹദീസാണ് മൗലിയരെ. അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയും. ഒരു സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് അള്ളാഹു എവിടെയാണെന്ന്. ആ സ്ത്രീ പറയുകയാണ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട്. അത് അള്ളാഹിന്റെ റസൂൽ തിരുത്തിയിട്ടില്ല, സത്യം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ കുരുപൊട്ടി വലിക്കുന്നത്? ആ ഹദീസ് വിശദീകരിച്ചാൽ ഹദീസിൽ ഉണ്ടോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കിയോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പള്ളപ്പൈപ്പ് മാറ്റില്ല മൂല്യരെ. പറയും. അർശിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. പാതിരാ സമയത്ത് രാത്രി 12 മണിയാകുമ്പോ അല്ല ചിന്തിക്കാം, ഇപ്പൊ ഇരുട്ടായല്ലേ, ആരും കാണൂലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് താഴോട്ട് ഇറങ്ങട്ടെ. ഇതും ഹദീസാണ് മൂല്യരെ.
അതായത് രാത്രിയുടെ 3-ാം യാമത്തിൽ അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നു എന്നുള്ള ഹദീസാണോ നിങ്ങൾ തള്ളുന്നത്? ഇപ്പം നിങ്ങളാണ് വഹാബികളെ കാഫിറാക്കാൻ നടന്നിരിക്കുന്നത്. നിങ്ങൾ സ്വയം അതാകാതെ, ഏത് നേരത്തെ നിങ്ങളും ഇപ്പം ഞാനും പറഞ്ഞില്ലേ, അതാകാതെ നോക്കിക്കോളിയും. അത് ഹദീസാണ്. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെ ഒരു കോണിപ്പടി കൂടി ഇറങ്ങി വരാൻ നിങ്ങൾ മനസ്സിലാക്കണ്ട. അള്ളാഹു പറഞ്ഞു, ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അത് മനസ്സിലാക്കുകയും അത് സ്വഹാബത്തിന് പഠിപ്പിക്കുകയും ചെയ്തു. ആ സ്വഹാബത്തിൻ്റെ മൻഹജു സലഫ് അനുസരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഇടങ്ങേറ്? നിങ്ങൾ അല്ല എന്താണെന്നൊക്കെ ഇവിടെ പലരും വിശദീകരിച്ചാണ് പറയുമോല്ലേ. അങ്ങനെ 12 മണിയാകുമ്പോ രാത്രി ഭൂമിക്ക് ഇറങ്ങി വരിക. 12 മണിയാകുമ്പോഴല്ല, 3-ാം യാമത്തില്. അല്ലെങ്കിൽ നിങ്ങളൊരു മണിക്കണക്ക് ഉണ്ടാക്കണ്ട. അപ്പൊ 3-ാം യാമം ഈ ഭൂമിയിൽ എല്ലാ സമയത്തും ഇല്ല എന്നുള്ളത് അതൊന്നും നിങ്ങൾക്കും എനിക്കും ഇവിടെ ഇരുന്നിട്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അല്ല അങ്ങനെ പറഞ്ഞുകൂണോ, അള്ളാന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞുകൂണോ, അത് ഞങ്ങൾ വിശ്വസിക്കും. വിശ്വസിച്ചേ പറ്റൂ. അതാണ് ദീനുൽ ഇസ്ലാം. പറയും ഇറങ്ങി വരിക. ഇതാണ് വഹാബിന്റെ അല്ലാ. ഈ അല്ല നിങ്ങൾ ആലോചിച്ചു മേപ്പോട്ട് കയറുന്നപ്പോ കുഫ്രാൻ ഇനി പറയാൻ പോണിട്ടില്ലേ, പറയാതിരിക്കാൻ കഴിയില്ല. ഈ അല്ല എപ്പോഴാ മേപ്പോട്ട് കയറുകയെന്ന്. ഭൂമിക്ക് ഇറങ്ങിയ അല്ല മേപ്പോട്ട് കയറുന്നപ്പോ, കാരണം ഭൂമിയിൽ ലൊട്ടേഷനായി 24 മണിക്കൂറും രാത്രിയും പകലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി ഇറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് രാത്രിയാകുന്നു. മോലിയരെ, അള്ളാഹ്ക്ക് കാലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹ് നിങ്ങളിത് പറഞ്ഞതും ഞാനിപ്പോൾ ഇത് പറയുന്നതും ഇനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കുറെ ആളുകൾ ഇത് കാണുന്നതും കേൾക്കുന്നതും ഓൺ ദ സ്പോട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോലിയരെ. അറിയില്ലല്ലേ അല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഹവ്വയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹവ്വയുടെയും 2 മക്കള്, ആദ്യത്തെ 2 മക്കളും അവര് ഇന്ന് ഇതേ സ്പോട്ടിൽ അല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോഴും നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇനി നാളെ എൻ്റെ സഹോദരങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും നമ്മളെ ഇതെല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്നവനാണ് അള്ളാഹു. അള്ളാഹിനെ കുറിച്ചിട്ട് അറിയേണ്ട പോലെ അറിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? എന്നിട്ട് ഈ ജനങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്? അല്ല എപ്പോഴാണ് ഇറങ്ങുക, അല്ല എപ്പോഴാണ് കയറുകയെന്ന്. അള്ളാഹ്ക്ക് കാലല്ല എൻ്റെ പൊന്നാര മൊയ്ലിയരെ. അതും അറിയില്ല നിങ്ങൾക്ക്? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പരിശുദ്ധ ഖുർആനൊന്ന് മലയാളത്തിൽ ഓതി നോക്കി, അപ്പം നിങ്ങൾക്കും അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. എന്നിട്ട് പള്ളമ്മ 2 കാലും ഫിറ്റിയിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങിക്കാണ് മനുഷ്യന്മാരെ പേപ്പിക്കാൻ വേണ്ടിയിട്ട്. പറയാം ഇറങ്ങിയ അല്ലാ, വഹാബിന്റെ അല്ലാ ജാമായി കിടക്കാണ് ഭൂമിയിൽ. ഭൂമിയിൽ ജാമായി കിടക്കുന്നു, മേപ്പോട്ട് കിടങ്ങാൻ കഴിയുന്നില്ല. കാരണം എന്താ? രാത്രി. ഇതാണ് വഹാബിന്റെ അല്ലാ. ഇത് വഹാബിയുടെ മാത്രം അല്ല മൊയ്ലിയരെ, എന്റെയും നിങ്ങളുടെയും അല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും റബ്ബായ. എന്താണ് റബ്ബ് എന്നറിയോ നിങ്ങൾക്ക്? പഠിപ്പിച്ചിട്ടുണ്ടോ ഈ ജനങ്ങൾക്ക്? ഇല്ല. എന്നിട്ട് കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുകയാണ്. കുറ്റം പറയലാ പണി. പരിശുദ്ധ ഖുർആനിലൂടെ എന്താണോ പറഞ്ഞ് അത് അപ്പടി വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയുടെ 3-ാം യാമത്തിൽ അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞ അത് എങ്ങനെ ഇറങ്ങുകയെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ മേലെയാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു ആരാധനയ്ക്ക് അർഹനായത്. അവനാണ് ഈ മുഴുവൻ സംരക്ഷിച്ചു പോരുന്നത്, അവനാണ് ഈ മുഴുവൻ സൃഷ്ടിച്ചത്, അവനാണ് ഈ മുഴുവത്തിന്റെയും ഉടമസ്ഥൻ. അറിയില്ലല്ലേ? പഠിച്ചു വെക്കണം കേട്ടോ. ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന ഇവരെ നേതാവ് പറയുന്നു, നാളെ ഖിയാമത്ത് നാളില് ഈ ഭൂമിയിലുള്ള സർവ്വസാധനങ്ങളും തരിപ്പണമായപ്പോ എല്ലാ ജനങ്ങളും മരിച്ചു കിടക്കുമ്പോ ഭൂമിയിൽ ഒറ്റ മനുഷ്യനുമില്ല. ഭൂമി വലിയ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ നിരപ്പായി കിടക്കുക. അപ്പൊ അള്ളാഹ്ക്കൊരു തോന്നല്, ഈ ഭൂമിയിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് ആക്കിയാൽ എന്താ? അങ്ങനെ അള്ളാഹ് ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് നടക്കുക. ഇതാണ് ഇവരെ ഏറ്റവും വലിയ നേതാവ് ഇബ്നുൽ ഖയ്യിം എഴുതി വെച്ചത്. എവിടെ എഴുതി വെച്ചത്? ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ മാതിരി എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ആ എഴുതി വെച്ചത് എവിടെയാണ്? അത് കാണിച്ചിട്ടല്ലേ ഇത് പറയേണ്ടത് അല്ലേ? ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ കപ്സ പെപ്സി അങ്ങനെയാണോ? അത് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. വെറുതെ നുണ പറഞ്ഞ് പോയിട്ട് കാര്യമല്ലോ. അതും കൂടി കാണിച്ചു കൊടുക്കുക ജനങ്ങൾക്ക്. അവിറ്റേ ചോദിക്കൂല, ഞങ്ങളേലും ചോദിക്കണല്ലോ. ഇങ്ങനെയുള്ള വികലമായ ഒരു വിഗ്രഹം ആകാശത്തിൽ വഹാബി പ്രതിഷ്ഠാപിച്ച ഒരു വിഗ്രഹത്തിനെയാണ് വഹാബി അല്ലാഹ് എന്ന് പേരിടുന്നത്. പണ്ട് പറയുന്നതിന്റെ മുമ്പേ മൊയ്ലിയരെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ എന്താണെന്നറിയോ? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പൊ ആരാണ് ആകാശത്ത്?
ആരാണ് ആകാശത്ത്? നിങ്ങളൊക്കെ വല്യപ്പേ അല്ല, അത് പറയണല്ലോ. ഈ ആകാശത്ത് അല്ലാഹ് എന്നുള്ളത് ഹദീസിൽ പല ഹദീസുകൾ കൊണ്ട് അത് വ്യക്തമാക്കപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഇവർ പറഞ്ഞു വെച്ച തെളിവ് ഇയാൾ പറയുന്നതിന് വിരുദ്ധമായിക്കൊണ്ട്, ഇയാൾ പറയുന്ന ആ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള തെളിവ് ഇവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ, ഖുർആൻ വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇയാൾ കുറച്ചും കൂടി പറയുന്നുണ്ട്, അന്ന് കേട്ടുപ്പോ. പണ്ട് മുശ്രിക്കുകൾ അള്ളാന്റെ റസൂലിനോട് വന്ന് ചോദിച്ചു, യാ മുഹമ്മദ് സിഫ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ പറ്റി പറഞ്ഞതാ. അമിൻ ദഹബിൻ അം ഫില്ല, സ്വർണത്തിന്റേതാണോ വെള്ളിന്റേതാണോ നിന്റെ റബ്ബ്? ഇതുപോലെ ഒരു വിഗ്രഹത്തിന് ആകാശത്തിൽ സങ്കല്പിക്കുന്നു വഹാബി. എന്നിട്ട് പറയാം ഞങ്ങൾ വലിയ തൗഹീദിന്റെ ആളാണ്, ഒലക്കന്റെ തൗഹീദ്. നിങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്ന സാധനം മനസ്സിലായിട്ട് ഈ അവയവമുള്ള ശരീരമുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അവർ മുസ്ലിമേ അല്ല എന്നാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വഹാബിക്ക് എന്താണ് തകരാറ് എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, വഹാബിക്ക് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഒരു അല്ലാഹ് വഹാബിക്ക് ഇല്ലേ ഇല്ല. കണ്ടോ സഹോദരന്മാരെ, വിവരക്കേട് മാത്രമല്ല ഇയാൾ ചെയ്തു പോയത്. ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ എദ് എന്ന് പറഞ്ഞത് അത് അതുപോലെ മനസ്സിലാക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താന്നാണ് പറഞ്ഞത്. എന്നാൽ CM മടവൂരിനോട് പ്രാർത്ഥിക്കുന്നവരോ ഒരു മുസ്ലിങ്ങളാത്രേ. മമ്പ്രത്തെ തങ്ങളോട് കുട്ടിനെ ചോദിക്കണമല്ലോ ഒരു മുസ്ലിങ്ങളാത്രേ. ബീരാനൗലിയോട് രോഗം മാറ്റി തരണേന്ന് പറയണമല്ലോ ഒരു മുസ്ലിങ്ങളാത്രേ. ഓല എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇയാൾ പറഞ്ഞതിൻ്റെ ബാക്കി പറയുന്നതിന് മുമ്പ് ഇവർ തന്നെ ചില ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് യഹിയ ഉലൂമുദ്ദീൻ ബഹു ഇമാം ഗസാലി റഹിമഹുല്ലാ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ യഹിയ ഉലൂമുദ്ദീൻ്റെ വ്യാഖ്യാനാണ്, അതിൻ്റെ പുറംചട്ടയാണത്. മതവിജ്ഞാനങ്ങളെ ജീവിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി യഹിയ ഉലൂമുദ്ദീൻ എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ മലയാളം, ഇമാം ഗസാലിയുടെ ഈ ഗ്രന്ഥത്തിൻ്റെ മലയാളം വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇഹിയ ഉലൂമുദ്ദീൻ എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ 16-ാമത്തെ അധ്യായം 49-ാമത്തെ പേജ്, അതിൽ ഇതാ ഈ മാർക്ക് ചെയ്ത ഭാഗം എന്താണെന്ന് നോക്കൂ. സത്യവിശ്വാസിയുടെ ഹൃദയം തിളച്ചു മറിയുന്ന പാത്രത്തേക്കാൾ അധികം വികാരവിക്ഷുബ്ധമാണെന്നും സത്യവിശ്വാസിയുടെ ഹൃദയം പരമകാരുണികനായ അള്ളാഹുവിൻ്റെ വിരലുകളിൽ 2 വിരലുകളുടെ ഇടയിലാണ് ഉള്ളത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് പ്രിയമുള്ളവരെ, ഇത് വഹാബികളുടെ ബുക്കല്ല, ഇത് ഇവർ അടിച്ചിറക്കിയ ബുക്കാണ്. ഇനി മറ്റൊരു ഗ്രന്ഥം കാണാം നമുക്ക്. ഇത് വിശുദ്ധ ഖുർആൻ പരിഭാഷയാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? റഹ്മത്തുള്ള കാസിമി മുത്തേടാണ്. ഈ റോസ് നിറത്തിലുള്ള ഈ പുറംചട്ടയിലുള്ള വിശുദ്ധ ഖുർആൻ പരിഭാഷ ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഇസ എന്ന ആ ഒരു ഇതിലാണ്. ഇനി അതിൻ്റെ ഉൾപേജിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ പരിഭാഷ റഹ്മത്തുള്ള അൽ ഖാസിമി മുത്തേടം. എഡിറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ്? സലാം നദ്വി പൂവത്താണി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥം ഇതിൻ്റെ ബാക്കിൽ കാണിക്കാനുണ്ട്, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് മജീദ് ബാക്കവി കൊടുവള്ളി, സമസ്ത മൗലിയർ തന്നെയാണ്. അത് കഴിഞ്ഞ് മുഹമ്മദ് ഫൈസി CK, അതും സമസ്ത മൗലിയർ തന്നെയാണ്. ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണം, ഇസ പ്രസിദ്ധീകരണമാണ്. ഇനി ആ ബുക്കിൻ്റെ ഉള്ളിൽ പേജ് നമ്പർ നോക്കാം. പേജ് നമ്പർ 962, ജുസ് 27, 55-ാമത്തെ അധ്യായം അർ-റഹ്മാൻ സൂറത്തിലെ 26-ാമത്തെ ആയത്ത്. ആ ആയത്തിന് ഇവർ കൊടുത്തിട്ടുള്ള അർത്ഥം എന്താ നോക്കുക നമുക്ക്. കുല്ലുമൻ അലൈഹാ ഫാൻ, അതിനെന്താ കൊടുത്തിട്ടുള്ളത്? ഭൂമുഖത്തുള്ളവരൊക്കെയും നശിക്കുന്നവരാകുന്നു. അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ ആയത്തിന് കൊടുത്ത അർത്ഥം നോക്കിക്കോളൂ. മഹിത പ്രതാപത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഉട്ടയവനായ എൻ്റെ നാഥൻ്റെ മുഖം മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ആ ആയത്തിൽ വജ്ഹ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ വജ്ഹു റബ്ബിക്ക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വജ്ഹ് എന്ന് തന്നെയാണ്. അത് എങ്ങനത്തെ വജ്ഹാണെന്ന് നമ്മൾ നോക്കണ്ട. ഇവിടെ വജ്ഹു റബ്ബിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. എന്നാൽ അത് ഇന്ത്യൻ പോലത്തെ വജ്ഹല്ല, അത് അള്ളാഹുവിൻ്റെ പ്രതാപമാണ്. ആയിക്കോട്ടെ, അള്ളാഹു എന്താ പറഞ്ഞത്? പ്രതാപം എന്ന വാക്കിന് അറബി വാക്കില്ലായിട്ടാണോ മുഖം എന്ന അർത്ഥം വരുന്ന വജ്ഹു റബ്ബിക്ക എന്ന് കൊടുത്തത്? ഇനി ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ച് പോകുന്നില്ല, വേറെ പല ഭാഗത്തുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സലാം നദ്വി പൂവത്താണ്, ഇങ്ങനെ പറയുമ്പോൾ നദ്വിയാണ്, ഇനി വേറെ ഏതെങ്കിലും വിഭാഗമാണെന്നൊന്നും പറയേണ്ട, സമസ്തക്കാരനാണ്. ഖുർആൻ പഠനങ്ങൾക്ക്
ഒരാമുഖം പൂങ്കാവനം ബുക്സാണ് ഇറക്കിയിട്ടുള്ളത്. പുറംചട്ട അതാണ്. ഉള്ളിലുള്ള പേജിൽ 26ാമത്തെ പേജിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. വയദുല്ലാഹി ഫൗക ഐദീഹിൻ എന്ന് മലയാളത്തിൽ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കരം അവരുടെ കരങ്ങൾക്ക് മീതെയാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വയബ്ക വജ്ഹു റബ്ബിക, അതിൻ്റെ അർത്ഥം നിന്റെ നാഥൻ്റെ വജഹ് മാത്രം അവശേഷിക്കുന്നു, നേരത്തെ ആയത്തിൻ്റെ കേട്ടോ. ഇനി അടുത്തത് വജാ റബ്ബുക, വജാ റബ്ബുക, താങ്കളുടെ നാഥൻ ആഗതനായി. എന്താണ് ആഗതനായി, വന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇവരെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇനി കേട്ടോളി. അർ റഹ്മാനു അലൽ അർഷിസ്തവ, എന്താണ് അൽ റഹ്മാനു അലൽ അർഷിസ്തവ, എന്താണ് കരുണാമയൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. എന്താണ് ഇരിക്കുന്നു എന്ന്? ഇതാരാണ്? വഹാബിയുടെ അള്ളയാണോ അത്? ആണോ മൗലിയരെ? ഇവിടെ എത്രയും നേരം എന്തൊക്കെ പറഞ്ഞിട്ട് പച്ചക്കളവും പറഞ്ഞിട്ട് കുറെ മുവഹിദുകളായ മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിറാണെന്ന് പറഞ്ഞു പോയല്ലോ. ഇത് നിങ്ങളെ ഉസ്താദ്മാരെ എഴുതിയതാ, പോയി ചോദിക്കും. ഈ ഗ്രന്ഥങ്ങളൊക്കെ പിൻവലിച്ചിട്ടാണോ നിങ്ങൾ ഈ മുവഹിദുകളെ മുജാഹിദീങ്ങളെ സലഫികളെ കുറ്റം പറയാറിങ്ങിയിട്ടുള്ളത്? കഴിഞ്ഞിട്ടില്ല, ബാക്കിയുണ്ട്. മുൻകാലക്കാരായ പണ്ഡിതന്മാർ ഇത്തരം ആയത്തുകളെ വ്യാഖ്യാനിക്കാൻ മുതിരാതെ അവയുടെ ബാഹ്യരൂപമനുസരിച്ച് വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്മുറക്കാരായ പണ്ഡിതന്മാർ ശർഈ നിയമങ്ങൾ, ഭാഷാശൈലി, ബുദ്ധി എന്നിവയെ ആസ്പദമാക്കി ഇവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഈ നദ്വി എഴുതിയ ഗ്രന്ഥത്തിൽ പറഞ്ഞ 3-4 ഉപമകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ, ഈ കാര്യങ്ങൾ, ഇതിനപ്പുറം ഇത് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇതിനപ്പുറം ഹദീസുകളിൽ പല തരത്തിലുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിരലുകൾ, അള്ളാഹുവിൻ്റെ എത് രണ്ടും ഒരു ഭാഗത്താണ്, വലത്താണ്. അതുപോലെ തന്നെ അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നോക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ഈ ഉണ്ട കണ്ണുകൊണ്ട് നോക്കണ പോലെ നിങ്ങളത് കരുതണ്ടേ. അതുപോലെ തന്നെ അള്ളാഹു ചിരിക്കുന്നു, മന്ദസ്മിതം, അതൊരു ഹദീസിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഉപവിഷ്ടനാണ്, അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അർഷിൽ ഇരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാദം എന്നൊരു ഭാഗമുണ്ട്. ഈ ലോകാവസാനവും കഴിഞ്ഞ് ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് ഈ നരകാവകാശികളെയെല്ലാം നരകത്തിലേക്ക് ഇട്ടിട്ടും നരകത്തിനൊരു മുറുമുറുപ്പുണ്ട്, ഒരു ചീറലുണ്ട്. അത് അടങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ പാദം വെച്ച് കൊടുക്കണം എന്നാ. അപ്പോൾ അങ്ങനെ ഒരു ഹദീസിലുണ്ടേ. ആ പാദം എന്താണ് നമ്മക്ക് അറിയില്ല മൗലിയരെ. വജ്ഹ എന്താണ് നമ്മക്ക് അറിയില്ല. പക്ഷെ അള്ള പറഞ്ഞുകൊണ്ടു വജു റബ്ബിക്കാന്ന്, എന്താണ് മുഖം, അള്ളാന്റെ റബ്ബിന്റെ മുഖം എന്ന്. അതുപോലെ തന്നെ യദുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടു, എന്താണത്? അള്ളാന്റെ കയ്യ്. കണ്ടോ? ഇങ്ങനെയുള്ള കയ്യല്ല, നിങ്ങളുടെ ആ മൊയന്ത് പിടിച്ച കയ്യും അല്ല, ഇനി ലോകത്തുള്ള ആരുടെ കൈ പോലെ ഒരു കയ്യും അല്ല. അങ്ങനെ ആരുടെ കയ്യുമായിട്ടും അത് ഉപമിക്കാൻ പാടില്ല. അങ്ങനെ ഉപമിക്കുന്നത് ശരിയല്ല, അള്ളാന്റെ വഹദാനിയത്തിന് എതിരാണ്. എന്തിനാണ് നിങ്ങൾ ഇന്നോണയും പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളല്ലേ, നിങ്ങൾ ഔലിയാക്കന്മാർ അള്ളാന്റെ കയ്യാകും, അള്ളാന്റെ ചെവിയാകും, അള്ളാന്റെ മൂക്കാകും, അള്ളാന്റെ കണ്ണും ചെവിയും തലയും ഒക്കെപ്പാടെ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് നിങ്ങളല്ലേ. എന്നിട്ടല്ലേ നിങ്ങൾ ഈ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന കോച്ചറായികളായ മാനസിക രോഗികളോട് വിളിച്ചു തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവോട് തേടേണ്ടതൊക്കെ തേടിക്കൊണ്ട് പച്ച ശിർക്കും ചെയ്തുകൊണ്ട് കിടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ ആദർശ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളെ, മുഅ്മിനീങ്ങളെ നിങ്ങൾ കാഫിറാക്കുകയും ഇസ്ലാമെന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യാൻ ഇസ്ലാം ദീൻ നിങ്ങളുടെ തറവാട്ട് വകയേറ്റാണോ? ആണോ? അത് വല്യപ്പാക്ക് സ്ത്രീധനം കിട്ടിയേറ്റാണോ? അല്ല, അതറിയണല്ലോ. ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ്. അവൻ പിന്നെ എവിടെയാണെന്നുള്ളത് നമ്മൾ പറയേണ്ടതില്ല. ഈ അള്ളാഹുവിൻ്റെ എദ് എന്ന് പറഞ്ഞാൽ, യദുല്ലാ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ എദ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ള പറയാണ് അള്ളാന്റെ എദ് എന്ന്. അള്ള പറഞ്ഞൊന്നുമല്ല, ഞമ്മക്കങ്ങനെ പറയാൻ പാടില്ല എന്ന്. അള്ളാന്റെ എദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങളെയും കൈ പോലെ എന്ന് ഒരു വഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല, ഒരു മുവഹിദും പറഞ്ഞിട്ടില്ല. അങ്ങനെ അള്ളാന്റെ കൈ എൻ്റെ കൈ പോലെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് പറഞ്ഞു നടന്നത്. അള്ളാന്റെ കൈ പോലെയാണ് CM മടവൂരിൻ്റെ കയ്യും കാലും താലിയൊക്കെ നിങ്ങളാ പറഞ്ഞു നടന്നത്. അപ്പോൾ ഈ തരത്തിൽ ഈ റംസാൻ മാസത്തിലെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും മൂല്യന്മാരെ. ഈ നോണയാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അത് തിരുത്തുമ്പോൾ എനിക്ക് വേറെ പണിയില്ലേ, റംസാൻ മാസത്തിൽ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളുടെ അടുത്ത് പറയാനല്ലേ എനിക്ക് തന്നെ പണി. ഈ മൊയ്ലിയാക്കന്മാർ ഈ ബ്ലണ്ടർ അടിക്കൽ നിർത്താണ്ടല്ലോ, ഞാൻ നിർത്തൂല കേട്ടോ, നിങ്ങൾ കണ്ടു കൂട്ടിക്കോളും. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. റംസാൻ മാസം ആണെങ്കിലും റംസാൻ മാസം അല്ലെങ്കിലും നമുക്ക് ഒരു മാറ്റമുള്ളത്, പകൽ സമയത്ത് അന്നപാനീയങ്ങളില്ല. അതുപോലെ തന്നെ അന്ന് നിഷിദ്ധമാക്കിയ, പകൽ സമയത്ത് നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. വീഡിയോ ഞാൻ റംസാനുക്കും ചെയ്യും, റംസാൻ അല്ലാത്തപ്പോഴും ചെയ്യും.
അതിൽ സംശയമൊന്നുമില്ല. ഇത് ആ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് മറുപടിയാണ്. നിങ്ങളിത് പറഞ്ഞാലും ചോദിക്കുന്നറിയാം, നിങ്ങൾ ചോദിച്ചോളും ചെങ്ങായിമാരെ, ഞാൻ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ. എൻ്റെ പരിമിതമായ ഈ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നിർത്തണം എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ നിർത്താൻ സൗകര്യമില്ല എന്നാണ് പറയാനുള്ളത്. നിർത്തിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി അല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളിയും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് അഹങ്കാരമൊന്നുമല്ല. ഇത് സത്യം പറയുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരുടെയും ദേഷ്യത്തോടെ അനാവശ്യ വാക്കുകൾ ഉച്ചരിക്കുന്നവരുടെയും അവരോട് പറയുന്ന കാര്യങ്ങളാണ് എന്ന് സഹോദരന്മാർ മനസ്സിലാക്കുക. വഹാബിയുടെ അല്ലാ, ഖുറാഫിയുടെ അല്ലാ എന്ന് രണ്ടല്ലല്ല, ഒരല്ലേ ഉള്ളൂ. നിങ്ങളെ പണ്ട് പേരോട് പറഞ്ഞ മാതിരി അത് വേറല്ലേ എന്ന് പറയണ്ട, ഒരല്ലേ ഉള്ളൂ. അല്ല പരിശുദ്ധ ഖുർആനിലൂടെ വജഹു റബ്ബിക്ക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ മുഖം എന്നാണ്. അത് റബ്ബിൻ്റെ പ്രതാപമാണ്, സംശയിക്കേണ്ട. പക്ഷെ അല്ല എന്താ പറഞ്ഞത്? വജഹ് എന്നാണ് പറഞ്ഞത്. വജഹ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അത് മുഖം എന്നാണ്. യദുല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അള്ളാൻ്റെ കയ്യെന്ന്. ആ കൈ രണ്ടും വലത്താണെന്നുള്ളത് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിരലുകൾ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു ഉപവിഷ്ടനാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാദം എന്ന് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ചിരിക്കുന്നു, മന്ദസ്മിതം നടത്തുന്നു എന്നുള്ളത് ഒരു ചരിത്രം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇത് നീണ്ടുപോയി, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്കത് വിശദീകരിക്കാം, എപ്പോഴാണ് അള്ളാഹു മന്ദസ്മിതം അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി പുഞ്ചിരുന്നതല്ല ചെങ്ങായിമാരെ. നിങ്ങൾ അങ്ങനെ ആ പറഞ്ഞത് എന്താണോ അവിടെ വെക്കുക. അത് മറ്റൊരു മേഖലയാണ്, മറ്റൊരു ലോകമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനും നിങ്ങളും പുഞ്ചിരിക്കുന്നത് പുഞ്ചിരിയല്ലാതെ. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നോക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കണ്ണ് നിങ്ങൾ ഈ തുറിച്ച് നോക്കണ പോലെ അള്ളാഹ് നോക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണ്ട. അതുപോലെ അള്ളാഹു ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഏഴാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കയറിപ്പോകുക എന്ന് ചോദിക്കല്ല മൂല്യരെ. അത് കുഫറായി പോകും മൂല്യരെ, ദീനുൽ ഇസ്ലാം എന്ന് പുറത്തായി പോകും മൂല്യരെ. അല്ല, ഷിർക്കീനോലെടുത്തിന് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താവട്ടെ, അങ്ങനെ നമ്മൾ ആക്ഷേപിക്കണമൊന്നുമില്ല കേട്ടോ. എന്തായാലും അങ്ങനെ പറയല്ലേ മൂല്യരെ. അള്ളാഹ്ക്ക് കാലമില്ല. അള്ളാഹ് അങ്ങനെ പറഞ്ഞുകൂടും, അള്ളാഹിൻ്റെ ഹബീബ് അങ്ങനെ പറഞ്ഞുകൂടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. അള്ളാഹ്ക്ക് ഇറങ്ങാനും കയറാനും നിങ്ങളെ സമ്മതവും വേണ്ട, നിങ്ങളുടെ ഒരു തരത്തിലുള്ള ശുപാർശയും വേണ്ട, അല്ലേ? അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാത്തൊരു മേഖലയാണ്. അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയാന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് മനസ്സിലാക്കാൻ പോയാൽ കുട്ടിച്ചോറാകും. പണ്ട് മത്തായി പറഞ്ഞ പോലെയും അത്തൻ്റെ ഗതിയാകും. ഇൻഷാ അല്ലാ ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.